നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ ലോകത്തിലെ ഏറ്റവും വില കൂടിയ അയാം സെമാനെ കോഴികളെ കുറിച്ച് പറഞ്ഞപ്പോൾ വളരെ ആളുകൾ ഒരു ചോദ്യം തന്നെയാണ് ചോദിച്ചത്. ഇത് നമ്മുടെ നാട്ടിലെ കരിങ്കോഴിയല്ലേ എന്ന്. സത്യത്തിൽ ഈ ചോദ്യം വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. കാരണം കാഴ്ചയിൽ നോക്കിയാൽ രണ്ടും ഓൾമോസ്റ്റ് ഒരുപോലെ തന്നെയാണ് തോന്നുക. പക്ഷേ ഇതിന്റെ പിന്നിലെ സത്യം കേട്ടാൽ നിങ്ങൾക്ക് ചെറിയൊരു ഷോക്ക് തന്നെയായിരിക്കും. നിങ്ങളുടെ വീട്ടിലുള്ള കരിങ്കോഴിക്ക് ലക്ഷങ്ങൾ വില കിട്ടുമോ, അല്ലെങ്കിൽ അതൊരു സാധാരണ കോഴി മാത്രമാണോ? നമുക്കിതൊന്ന് ഡീറ്റെയിൽഡ് ആയി നോക്കിയാലോ. യഥാർത്ഥത്തിൽ അയാം സെമാനിയും നമ്മുടെ നാട്ടിലെ കരിങ്കോഴിയും ഒരുപോലെയല്ല. പലരും കരുതുന്നത് പോലെ ഇത് സെയിം ബ്രീഡ് അല്ല. ലക്ഷങ്ങൾ വില വരുന്ന അയാം സെമാനി ഇന്തോനേഷ്യയിൽ നിന്നുള്ള ഒരു റയർ ബ്രീഡാണ്. പക്ഷേ നമ്മുടെ നാട്ടിൽ കാണുന്ന കരിങ്കോഴികൾ മധ്യപ്രദേശിൽ നിന്നുള്ള കടക്നാഥ് ഇനങ്ങളാണ്. ഇപ്പോൾ നിങ്ങൾ പറയാം, രണ്ടും കറുപ്പല്ലേ, പിന്നെ വ്യത്യാസം എന്താണെന്ന്. ഇവിടെയാണ് മെയിൻ ഡിഫറൻസ് വരുന്നത്. അയാം സെമാനി കോഴി പുറത്ത് മാത്രമല്ല, അതിന്റെ ചർമ്മം, മാംസം, എല്ല്, നാവ് പോലും രക്തം വരെ ഓൾമോസ്റ്റ് കറുപ്പാണ്. അതായത് ഒരു ഫുൾ ബ്ലാക്ക് ഓർഗാനിസം പോലെ. ഇതൊരു റെയർ ജനറ്റിക് കണ്ടീഷൻ മൂലമാണ് ഉണ്ടാവുന്നത്. പക്ഷേ നമ്മുടെ നാട്ടിലെ കരിങ്കോഴികൾക്ക് അത്രയും ഡീപ്പ് ബ്ലാക്ക് ഉണ്ടാകില്ല. പുറത്ത് കറുപ്പ് തോന്നിയാലും അവയുടെ ഉൾഭാഗങ്ങൾ നോർമൽ ആയിരിക്കും. പ്രധാനമായും അവയുടെ വായയുടെ ഉൾഭാഗം, നാവ്, രക്തം ഇവ നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് ക്ലിയർ ആയി വ്യത്യാസം മനസ്സിലാകും. അതായത് നിങ്ങളുടെ വീട്ടിലുള്ളത് കണ്ടിട്ട് ഇത് ലക്ഷങ്ങളുടെ കോഴിയാണോ എന്ന് ഇമ്മീഡിയറ്റ്ലി വിശ്വസിക്കേണ്ടതില്ല. പക്ഷേ ഇവിടെ ഒരു ഇമ്പോർട്ടന്റ് കാര്യമുണ്ട്. കരിങ്കോഴി വളർത്തുന്നത് നിരാശപ്പെടേണ്ട ആവശ്യമേ ഇല്ല. കാരണം ലക്ഷങ്ങൾ കിട്ടില്ലെങ്കിലും ഈ കോഴി നിങ്ങൾക്ക് നല്ലൊരു വരുമാനം ഉറപ്പാക്കാൻ കഴിയും. എങ്ങനെയെന്നല്ലേ? ഔഷധ ഗുണങ്ങളുടെ കാര്യത്തിൽ കരിങ്കോഴി ഒരു സ്പെഷ്യൽ ഐറ്റമാണ്. സാധാരണ കോഴിയിറച്ചിയിൽ കൊളസ്ട്രോൾ കൂടുതലായിരിക്കുമ്പോൾ കരിങ്കോഴി ഇറച്ചിയിൽ ഇത് വളരെ കുറവാണ്. അതോടൊപ്പം പ്രോട്ടീൻ, അയോൺ പോലുള്ള പോഷകങ്ങൾ ധാരാളമായി ഇതിൽ ഉണ്ടാകും. ആസ്മ, നാഡീ സംബന്ധമായ ചില പ്രശ്നങ്ങൾ ഇവയ്ക്ക് കരിങ്കോഴി ഇറച്ചി നല്ലതാണ് എന്ന് പലരും വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെ മാർക്കറ്റിൽ ഇതിനുള്ള ഡിമാൻഡ് ദിവസേന കൂടുകയാണ്. ഇപ്പോൾ മാർക്കറ്റ് പ്രൈസ് നോക്കിക്കഴിഞ്ഞാൽ 1 കിലോ കരിങ്കോഴി ഇറച്ചിക്ക് ഏകദേശം 600 മുതൽ 1000 രൂപ വരെ കിട്ടും. അതുപോലെ ഒരു മുട്ടയ്ക്ക് 30 മുതൽ 50 രൂപ വരെ വില ലഭിക്കും. ഇത് ചെറിയ കാര്യമല്ല. ശരിയായ രീതിയിൽ വളർത്തിയാൽ ഇതൊരു സൈഡ് ഇൻകം അല്ലേ? ഒരു സ്ഥിരമായ ഇൻകം സോഴ്സായി മാറാൻ പോലും സാധ്യതയുണ്ട്. ഇതിലും ഇമ്പോർട്ടന്റ് ആയ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കേരളത്തിലെ കാലാവസ്ഥയിൽ വളരെ എളുപ്പത്തിൽ വളർത്താൻ കഴിയുന്ന ഒരു ബ്രീഡാണ് കടക്നാഥ്. സാധാരണ കോഴികളെ അപേക്ഷിച്ച് ഇവയ്ക്ക് രോഗപ്രതിരോധ ശേഷി കൂടുതലാണ്. അതുകൊണ്ട് തന്നെ മരണനിരക്കും കുറവായിരിക്കും. അതുകൊണ്ട് ബിഗിനേഴ്സ് ആയാലും ഈസി ആയി തുടങ്ങാൻ കഴിയുന്ന ഒരു ഫാമിംഗ് ഓപ്ഷനാണിത്. അതിനാൽ ലക്ഷങ്ങൾ വിലയുള്ള അയാം സെമാനി പോലെ ഒരു ലക്ഷറി ഐറ്റം അല്ലെങ്കിലും നമ്മുടെ വീട്ടുമുറ്റത്ത് ശാസ്ത്രീയമായി കരിങ്കോഴികളെ വളർത്തിയാൽ മാസം തോറും നല്ലൊരു വരുമാനം ഉണ്ടാക്കാൻ നമുക്ക് സാധിക്കും. എന്തുകൊണ്ട് എനിക്ക് അയാം സെമാനി ഇല്ല എന്ന് വിഷമിക്കേണ്ട. പകരം എനിക്കുള്ളത് ഇൻകം ഉണ്ടാക്കുന്ന ഒരു അവസരമാണ് എന്ന് ചിന്തിക്കുക. അതാണ് ശരിയായ സ്മാർട്ട് മൂവ്. നിങ്ങളുടെ വീട്ടിൽ കരിങ്കോഴികളുണ്ടോ? അവയുടെ എങ്ങനെ വളർത്തുന്നു എന്ന് നിങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കുക. ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് വെക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.